അപ്പം ഇനി മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണത്തിന് മറുപടിയുമായി കോതമംഗലം രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ഷാജി മാത്യു മുണ്ടയ്ക്കൽ. മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട ഒഴിവുകൾ മാനേജ്മെന്റുകൾ മാറ്റിവെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാനേജ്മെന്റുകൾ സമർപ്പിച്ചിരിക്കുന്ന റോസ്റ്റർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകേണ്ട ഉത്തരവാദിത്വം വിദ്യാഭ്യാസ ഓഫീസർമാരുടേതാണ്. ഇല്ലെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വം വകുപ്പ് അധികാരികൾക്കുണ്ട് എന്നും ഫാദർ ഷാജി മാത്യു പറഞ്ഞു. നിയമനം അംഗീകരിക്കാത്തവരുടെ നിയമനം അംഗീകരിച്ച് ലഭിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതൊരു ഭീഷണിയാണെന്നുള്ള തരത്തിലുള്ള സംസാരം എന്തുകൊണ്ട് എന്ന് പറയുവാനായിട്ട് മന്ത്രി തന്നെ അതിനൊരു വിശദീകരണം നൽകേണ്ടതാണ്. ഒരു ഭീഷണിയോ കാര്യങ്ങളോ നടത്തിയിട്ടില്ല. വർഷങ്ങളോളം കാത്തിരുന്ന് നിയമനാംഗീകാരം ലഭിക്കാതെ വന്നപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുണ്ടായി. NSS മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളിലെ അധ്യാപകർക്ക് നിയമനം അംഗീകരിച്ചു കൊടുക്കാം, ഭിന്നശേഷിക്ക് ഒഴിവുകൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി. അപ്പോൾ അത് മറ്റുള്ളവർക്കും ബാധകമാണ് എന്ന വിധിയിൽ കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ ആ വിധിയുടെ ആനുകൂല്യം മറ്റുള്ളവർക്കും ലഭിക്കണം എന്ന് പറയുന്നത് ഒരു ഭീഷണിയാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല.